ജമായത്തെ ഇസ്ലാമിക്കാരെ മറക്കരുത്, തരിഗാമിക്കെതിരെയുള്ള ബിജെപിയുടെ കൊട്ടേഷൻ പണി. പ്രിയപ്പെട്ടവരെ, ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കുറി ജമായത്തെ ഇസ്ലാമിയുടെ വേഷം കെട്ടലാണ് വിഷയം. സംഘടനയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ നടത്തിയ പത്രസമ്മേളനം കലക്കി. CPM വിതയ്ക്കുന്നതിന്റെ നേട്ടം കൊയ്യുന്നത് BJP ആണെന്ന രാഷ്ട്രീയ ബോധം CPM-ന് വേണം. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. CPM ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ CPM അല്ല ഉള്ളത്, BJP ആണ് എന്ന രാഷ്ട്രീയ ബോധം CPM കാണിക്കണം. ഇത് പറയാൻ ജമായത്തെ ഇസ്ലാമിയോളം അർഹത വേറെ ആർക്കുമില്ല. കാരണം കാശ്മീരിലെ CPM നേതാവ് യൂസഫ് തരിഗാമിയെ കുൽഗാം മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ BJPയുടെ കൊട്ടേഷൻ സംഘമായി പണിയെടുത്തവരാണ് ജമായത്തെ ഇസ്ലാമി. കശ്മീരിൽ CPM-നെതിരെ BJPയുടെ കൊട്ടേഷൻ എടുത്ത കാര്യം വളരെ ലാഘവത്തോടുകൂടിയാണ് മുജീബ് റഹ്മാൻ പരാമർശിച്ചത്. ആ ഡയലോഗ് നമുക്കൊന്ന് കേൾക്കാം. അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പിന്തുണച്ചത് അവിടെയുള്ള ഒരു സ്വതന്ത്രനെയാണ്. തരിഗാമിക്കെതിരെ കുൽഗാമിൽ ഒരു സ്വതന്ത്രനെ പിന്തുണച്ചതേയുള്ളൂ പോലും. കേൾക്കുമ്പോൾ നമുക്ക് എന്തു തോന്നും? ഒരു പാവം സ്വതന്ത്രനെ പിന്തുണച്ചതിനാണോ ജമായത്തെ ഇസ്ലാമിക്കെതിരെ CPM ഇക്കണ്ട വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത്? അതിന് ഇത്രയ്ക്കൊക്കെ പറയേണ്ടതുണ്ടോ? അങ്ങനെയല്ലേ ആർക്കും തോന്നുക. ആ തോന്നലാണ് നമ്മുടെ അമീറിനും വേണ്ടത്. ആരായിരുന്നു ആ സ്വതന്ത്രൻ എന്ന അമീറൊട്ട് പറയുകയുമില്ല. അങ്ങനെ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം അവിടെ എങ്ങനെ ഉണ്ടായി എന്നും പറയില്ല. അതുകൊണ്ട് നമുക്ക് ആ കേസെടുക്കാം. കുൽഗാമിൽ യൂസഫ് തരിഗാമിക്കെതിരെ മത്സരിച്ച ആ പാവം സ്വതന്ത്രന്റെ പേര് സയാദ് അഹമ്മദ് റഷി. ജമായത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനമായ ഫലാ-ഇ-ആം ട്രസ്റ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സയാർ അഹമ്മദ്. സംശയിക്കേണ്ട, ജമായത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകൻ. അത് ഉറപ്പിക്കാൻ ഒരു ഉദാഹരണം കൂടി തരാം. തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ തന്റെ തുറുപ്പുചീട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്: ഇഫ് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് സക്സീഡ് ടുമാറോ, ഇറ്റ് വോണ്ട് ബി സീൻ ആസ് സയാർ അഹമ്മദ്സ് ഡിഫീറ്റ് അലോൺ, ബട്ട് ആസ് എ ഡിഫീറ്റ് ഫോർ ഇസ്ലാം. ഇറ്റ് വിൽ ബി പെർസീവ്ഡ് ആസ് എ ലോസ് ഫോർ ദ ഫോളോവേഴ്സ് ഓഫ് ഇസ്ലാം, ദോസ് ഹൂ കോൾ ഫോർ പ്രയർ. അതാണ് കാര്യം. ദൗർഭാഗ്യവശാൽ ഞാൻ നാളെ ജയിച്ചില്ലെങ്കിൽ അത് സയാർ അഹമ്മദിന്റെ തോൽവിയായിട്ടല്ല ഗണിക്കുക, മറിച്ച് ഇസ്ലാമിന്റെ പരാജയം എന്നായിരിക്കും. ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു നഷ്ടമായി തന്നെ വിലയിരുത്തപ്പെടും. എങ്ങനെയുണ്ട്? ആ മണ്ഡലത്തിൽ ആകെ മത്സരിച്ചത് 10 സ്ഥാനാർത്ഥികൾ. അതിൽ 9 പേരും മുസ്ലിങ്ങൾ. പക്ഷേ സയാർ അഹമ്മദ് റഷി തോറ്റാൽ ഇസ്ലാമാണത്രേ തോൽക്കുന്നത്. ബാക്കിയുള്ള മുസ്ലിങ്ങൾ തോറ്റാൽ അവരവരെ തോൽക്കൂ, ഇസ്ലാം തോൽക്കില്ല. സയാർ അഹമ്മദ് റഷി അടിമുടി ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഇനി വേറെ തെളിവ് വല്ലതും വേണോ? ഇദ്ദേഹം എന്തിന് സ്വതന്ത്ര വേഷത്തിൽ മത്സരിച്ചു? പി മുജീബ് റഹ്മാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഏതോ ഒരു സ്വതന്ത്രനെ വെറുതെ അങ്ങ് പിന്തുണയ്ക്കുകയായിരുന്നോ? അല്ല, മത്സരിച്ചത് അവരുടെ പ്രവർത്തകൻ തന്നെയായിരുന്നു. ഞാൻ മാത്രമാണ് ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന കലർപ്പില്ലാത്ത ജമായത്തെ ഇസ്ലാമിക്കാരൻ. അദ്ദേഹം എന്തിന് സ്വതന്ത്രനായി മത്സരിച്ചു? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജമായത്തെ ഇസ്ലാമിക്ക് ഒരു പാർട്ടി ഉണ്ടല്ലോ, വെൽഫെയർ പാർട്ടി. എന്തേ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായില്ല? അത് കഥ വേറെയാണ്. ജമായത്തെ ഇസ്ലാമി എന്നോ വെൽഫെയർ പാർട്ടി എന്നോ പറഞ്ഞ് കാശ്മീരിൽ ഇറങ്ങി നടക്കാനാവില്ല. അവിടെ ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ട് കൊല്ലം 6 പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവൻ അപഹരിച്ച സൂയിസൈഡ് ബോംബാക്രമണത്തെ തുടർന്നായിരുന്നു ഈ നിരോധനം. ഇക്കഴിഞ്ഞ 2024 ഫെബ്രുവരി 27-ന് നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ പേരിൽ ജമായത്തെ ഇസ്ലാമിക്കാരന് അവിടെ മത്സരിക്കാനാകില്ല. ഒന്നിൽ തൊട്ട് കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്: പുൽവാമ ഭീകരാക്രമണവുമായി ജമായത്തെ ഇസ്ലാമിക്ക് എന്ത് ബന്ധം? അതും പറഞ്ഞ് എന്തിന് അവരെ നിരോധിച്ചു? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടുമ്പോഴാണ് കാശ്മീരിലെ ജമായത്തെ ഇസ്ലാമി ചെറിയ മീനല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പാക് ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദിന് ജന്മം കൊടുത്തത് കശ്മീരിലെ ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് ശക്തമായ ആരോപണമുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകര സംഘങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി എന്നും ആരോപണമുണ്ട്. സംഘടനയുടെ ഭീകരബന്ധത്തിന് NIA ദില്ലി കോടതിയിൽ ഹാജരാക്കിയ ഒരു തെളിവിനെ കുറിച്ച് മാത്രം ഇവിടെ പറയാം. കാശ്മീരിലെ ജമായത്തെ ഇസ്ലാമിക്ക് ഒരു സ്ഥാപനമുണ്ട്, അൽ ഹുദ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. ജമായത്തെ ഇസ്ലാമിയുടെ അമീർ മുഹമ്മദ് ഷംസിയാണ് ആ ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. 2019-ലെ പുൽവാമ ആക്രമണത്തെ തുടർന്ന് ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ച ശേഷവും ഈ സ്ഥാപനത്തിന്റെ പേരിൽ സമാഹരിച്ച ഫണ്ട് ലഷ്കർ-ഇ-തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരർക്ക് വിതരണം ചെയ്തതിന്റെ തെളിവുകളാണ് NIA ദില്ലി ഹൈക്കോടതിയുടെ ട്രിബ്യൂണലിന് മുന്നിൽ ഹാജരാക്കിയത്. തുടർന്നാണ് നിരോധനം പിൻവലിക്കാനുള്ള ഹർജി ട്രിബ്യൂണൽ തള്ളിയത്. ജമ്മുവിലും കാശ്മീരിലും ലഷ്കർ-ഇ-തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകര പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ജമായത്തെ ഇസ്ലാമി വിപുലമായ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സംഘടനയെ നിരോധിക്കാനുള്ള സുപ്രധാനമായ കാരണം.
കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങളുടെ മസ്തിഷ്കം അവിടുത്തെ ജമായത്തെ ഇസ്ലാമിയാണത്രേ. നോക്കൂ, കശ്മീരിലെ ജമായത്തെ ഇസ്ലാമിയുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നല്ല കേരള അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നത്. തങ്ങളുടെ കശ്മീർ ഘടകം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുൽഗാം എന്ന നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ സന്ദേഹങ്ങളില്ലാതെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം. അതുവഴി കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ശരീരത്തിലെ ഒരു അവയവം തന്നെയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അടുത്ത ചോദ്യം ഇവിടെ BJPയുടെ റോൾ എന്താണ് എന്നാണ്. കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി BJPക്ക് എന്താണ് കച്ചവടം? രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിരോധിക്കപ്പെട്ട ഈ സംഘടനയുമായി രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് എന്താണ് ബന്ധം? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരാളിനെ പരിചയപ്പെടാം. പേര് ഷെയ്ഖ് അബ്ദുൾ റഷീദ്, എഞ്ചിനീയർ റഷീദ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. UAPA ചുമത്തപ്പെട്ട് 2019 ജയിലിലാവുകയും ജയിലിൽ കിടന്നുകൊണ്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബരാമുള്ളയിൽ മത്സരിച്ച് ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തുകയും ചെയ്ത കക്ഷിയാണ് ഷെയ്ഖ് അബ്ദുൾ റഷീദ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അവാമി ഇത്തിഹാദ് പാർട്ടി. 2019 മുതൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഷീദിന് 2024 സെപ്റ്റംബറിൽ പൊടുന്നനെ ഇടക്കാല ജാമ്യം ലഭിച്ചു. ജാമ്യം കൊടുത്തത് വേറൊന്നിനുമല്ല, 2024 കശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ. അതിനാണ് ജാമ്യം കൊടുത്തത്. BJPയുടെ ഒരു ഔദാര്യം നോക്കൂ. അബ്ദുൾ റഷീദ് ബരാമുള്ളയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അന്ന് പ്രചരണം നടത്താൻ ജാമ്യം കൊടുത്തില്ല. ജയിച്ചപ്പോൾ ഒരു ദിവസത്തേക്കെങ്കിലും ജയിലിന് പുറത്തിറങ്ങി തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെ ഒന്ന് കൈവീശി കാണിക്കാനും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. പക്ഷേ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ അബ്ദുൾ റഷീദിന് ഇടക്കാല ജാമ്യം ലഭിച്ചു. അബ്ദുൾ റഷീദും ഒരു ചെറിയ മീനല്ല എന്ന് മാത്രം നാം മനസ്സിലാക്കുക. റഷീദിന് ഇടക്കാല ജാമ്യം കൊടുത്തതിനോട് വളരെ രൂക്ഷമായാണ് ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും പ്രതികരിച്ചത്. അബ്ദുൾ റഷീദ് BJPയുടെ പ്രോക്സിയാണ് എന്ന് മെഹബൂബ മുഫ്തി തുറന്നടിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് അവാമി ഇത്തിഹാദ് പാർട്ടിക്ക് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താനും പ്രചരണത്തിന് വാഹനങ്ങളും തെരഞ്ഞെടുപ്പ് ചെലവിന് പണവും എവിടെ നിന്നെന്നും അവർ നിർദ്ദയമായി ചോദിച്ചു. BJPയും അബ്ദുൾ റഷീദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയും തമ്മിൽ നടക്കുന്നത് ഫിക്സ് ചെയ്ത കളിയാണെന്ന് നാഷണൽ കോൺഫറൻസിന്റെ വക്താവ് ഇമ്രാൻ നബീദാറും വിമർശിച്ചു. BJPയുടെ പ്രതികരണമായിരുന്നു കേമം. എല്ലാം തന്ത്രപരമായ നീക്കമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രസ്താവിച്ചു. BJPയുടെ മുതിർന്ന നേതാവ് അൽതാഫ് താക്കൂർ കുറച്ചുകൂടി കൂട്ടിച്ചേർത്തു. BJP ഒരു ദേശീയ പാർട്ടിയാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് തങ്ങൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളും തെക്കൻ കാശ്മീരിലെ പല സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അവിടെയൊന്നും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമില്ല. അതൊക്കെ പാർട്ടി എടുത്ത തന്ത്രപരമായ തീരുമാനമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്തിനധികം പറയണം? BJP പിന്തുണച്ച ഒരു പാർട്ടിയുടെ സ്ഥാപകൻ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ UAPA ചുമത്തപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾ. മറ്റേ കക്ഷിയോ ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ 10 വർഷത്തെ നിരോധനം നേരിടുന്ന ജമാഅത്തെ ഇസ്ലാമി. ഈ രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ രാജ്യം ഭരിക്കുന്ന BJP തന്ത്രപരമായി തീരുമാനിച്ചു അത്രേ. ആ തീരുമാനം അവാമി ഇത്തിഹാദ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ശിരസാവഹിച്ചു. കുൽഗാമിലെ ലക്ഷ്യം കൃത്യമായിരുന്നു. CPMകാരനായ യൂസഫ് തരിഗാമി ഒരു കാരണവശാലും നിയമസഭയിലെത്തരുത്. ആ ലക്ഷ്യം നേടാൻ എത്ര ദേശവിരുദ്ധ പ്രവർത്തനം ആരോപിക്കപ്പെട്ടാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും അവാമി ഇത്തിഹാദ് പാർട്ടിയുടെയും സഹായം BJPക്ക് വേണം. BJP മനസ്സിൽ കാണുന്നത് മടിയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും റെഡി. BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത ജമാഅത്തെ ഇസ്ലാമി തരിഗാമിയെ തോൽപ്പിക്കാൻ തുറുപ്പുകുലാൻ തന്നെ ഇറക്കി. ഞാൻ തോറ്റാൽ ഞാനല്ല തോൽക്കുന്നത്, ഇസ്ലാമാണ് തോൽക്കുന്നത് എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. പക്ഷെ പ്രബുദ്ധരായ കുൽഗാമിലെ വോട്ടർമാർക്കിടയിൽ ഈ തുറുപ്പ് ഫലിച്ചില്ല. അവർ യൂസഫ് തരിഗാമിയെ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു. തരിഗാമിയെ പരാജയപ്പെടുത്താൻ സംഘപരിവാറിന്റെ കൊട്ടേഷൻ ടീമായി പ്രവർത്തിച്ച ആ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീറാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ് തമാശ പൊട്ടിച്ചത്. CPM വിതയ്ക്കുന്നതിന്റെ നേട്ടം കൊയ്യുന്നത് BJP ആണ് എന്ന് ഓർക്കണം പോലും. ആരാണത് പറയുന്നത്? ഹിസ്ബുൾ മുജാഹിദീന് ജന്മം നൽകിയ, ലഷ്കർ ഇ തോയ്ബയ്ക്ക് സകല പിന്തുണയും നൽകിയതിന്റെ പേരിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ ഫണ്ട് വാങ്ങി ഭീകരർക്ക് വീതം വെച്ചത് കയ്യോടെ പിടിക്കപ്പെട്ട കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം. അവരാണ് പിണറായി വിജയനെയും ഗോവിന്ദൻ മാഷിനെയും ഒക്കെ വർഗീയ വിരുദ്ധത പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്. ഏതായാലും CPMന്റെ ജമാഅത്തെ വിമർശനങ്ങൾ കൊള്ളേണ്ടടത്ത് കൊള്ളുന്നുണ്ട്. അതിന്റെ വേവും വേവലാതിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിലും അതിന്റെ പ്രസിദ്ധീകരണങ്ങളിലും നന്നായി പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സംഭാവന നൽകാൻ മറക്കരുത്. ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 10 രൂപയാണ് സംഭാവന ചോദിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ന്യൂസ് ബുള്ളറ്റ് കേരളയെ നിലനിർത്താൻ നിങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ.
biju.3388@federal. ഇതാണ് UPI വിലാസം. അല്ലെങ്കിൽ ഇക്കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. വേഗം സംഭാവനകൾ അയയ്ക്കുക. നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.